നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിനെ ഉലച്ച് വൻ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അൽക്കാൺസും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജോൺ ഹീലി പദവി ഒഴിഞ്ഞത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കും ചാൻസലർ റേച്ചൽ റീവ്സിനും നേരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ സ്റ്റാർമർ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി ഹീലി. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതോടെ ലോകത്തെ മുഴുവൻ ബാധിച്ചു എന്ന് റിപ്പോർട്ട്. പലിശ നിരക്ക് 0.5% ഉയർത്താൻ തീരുമാനിച്ച് യൂറോപ്യൻ കേന്ദ്ര ബാങ്ക്. സങ്കീർണമായ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കെ അടുത്ത വ്യാഴാഴ്ച ഒരിക്കൽ കൂടി പലിശ നിരക്കിൽ തീരുമാനമെടുക്കാൻ യോഗം ചേരാൻ തീരുമാനിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. കഴിഞ്ഞ വർഷം ബാങ്ക് നൽകിയ ഈ വർഷം അവസാനത്തോടെ പലിശ നിരക്ക് 3% വാഗ്ദാനം ലോക സാഹചര്യങ്ങളിലെ മാറ്റത്തിൽ ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് ആശങ്ക. ബെൽഫാസ്റ്റിലുണ്ടായ വംശീയ കലാപങ്ങളിൽ വിദേശി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വ്യാപക ആക്രമണം. ക്രൂരമായ അതിക്രമങ്ങൾക്കും ഭീഷണികൾക്കും ഇരയാകുന്നത് നഴ്സുമാരും ഹോം കെയർ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ. ആശുപത്രി പരിസരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പെട്രോളിംഗ് ശക്തമാക്കി പോലീസ്. ചർമ്മത്തിന്റെ നിറവും വിദേശ പശ്ചാത്തലവും നോക്കിയാണ് അക്രമികൾ ലക്ഷ്യമിടുന്നതെന്ന് സൂചന. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സുരക്ഷാ സേനയെ ബെൽഫാസ്റ്റിൽ എത്തിച്ചു. വിദേശത്ത് നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇല്ല എങ്കിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് വടക്കൻ അയർലൻഡ് ആരോഗ്യമന്ത്രി മൈക്ക് നെസ്ബിറ്റ്. യുദ്ധം അവസാനിപ്പിച്ചെന്നും ഇറാനുമായുള്ള കരാർ ഈ വാരാന്ത്യത്തോടെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ വെച്ചായിരിക്കും കരാറിൽ ഒപ്പിടുകയെന്നും ഇതിനായുള്ള രേഖകളെല്ലാം തയ്യാറാക്കി വരികയാണെന്നും ട്രംപിന്റെ പുതിയ അവകാശവാദം. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചു എന്നും ട്രംപ്. ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണെന്നും അതിന്റെ രേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നും യൂറോപ്പിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഇത് ഒപ്പിടുക എന്നും US പ്രസിഡന്റ്. അമേരിക്കയുമായി കരാറിലെത്തിയതായി ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ ഇറാൻ. ട്രംപിന്റെ നിർദ്ദിഷ്ട കരാറിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ ഇറാനിയൻ കുടിയേറ്റക്കാരെ ഉൾപ്പെടെ നിരവധി വിദേശ പൗരന്മാരെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. വിവാദത്തിനിടയാക്കി മനുഷ്യാവകാശ ലംഘനത്തിനും പീഡനത്തിനും ഇരയാകാനുള്ള സാധ്യതയുള്ളവരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി US. സിറിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും അമേരിക്ക മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് അയക്കാൻ നീക്കം. ആദ്യഘട്ടത്തിൽ 20 പേരെ ഉൾപ്പെടുത്തി നാടുകടത്തൽ വിമാനം പുറപ്പെടുമെന്ന് സൂചന. ഈ നടപടിക്കെതിരെ രംഗത്തെത്തി മനുഷ്യാവകാശ സംഘടനകൾ. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പുതിയ ശുപാർശ പ്രധാനമന്ത്രിക്ക് മുന്നിൽ. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 824 ഉയർത്താൻ ശുപാർശ ചെയ്ത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. സമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം കൂടുതൽ ജനസംഖ്യയുള്ള 170 മണ്ഡലങ്ങളെ വിഭജിക്കണമെന്നത്. പുതിയ ഫോർമുല നടപ്പിലായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ 20-ൽ നിന്ന് 30 ഉയരും. തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകൾ 39-ൽ നിന്ന് 59 വർദ്ധിക്കുമെന്ന് സാമ്പത്തിക ഉപദേശക സമിതി. ഉത്തർപ്രദേശിൽ സീറ്റുകൾ 120 മഹാരാഷ്ട്രയിൽ 72 ഉയർന്നേക്കും. പുതിയ ശുപാർശ ജനസംഖ്യ കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വീതത്തിൽ വലിയ കുറവുണ്ടാകാത്ത രീതിയിൽ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെ കുറിച്ച് പഠിച്ച് നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി വിവിധ DMK പാർട്ടി സമിതികൾ. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗ്യത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവ. ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും പാർട്ടി അകന്നു പോയതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വലിയ തിരിച്ചടിയായതെന്ന് സമിതികൾ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഏകാധിപതികളായി മാറിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. പുതിയ സമൻസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അബദ്ധം ചോദിച്ച പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ഹാജരാകാൻ ED നിർദ്ദേശം കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാൻ. SFIO കണ്ടെത്തൽ ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ EDക്ക് കൈമാറാൻ നേരത്തെ നിർദ്ദേശിച്ച് കോടതി. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിനെ ഉലച്ച് വൻ രാഷ്ട്രീയ പ്രതിസന്ധി. രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അൽക്കാൺസും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ആഗോളതലത്തിൽ യുദ്ധഭീതിയും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖലയെ അവഗണിച്ച് സാമ്പത്തിക ക്ഷേമ പദ്ധതികൾക്കും നെറ്റ് സീറോ പരിസ്ഥിതി നയങ്ങൾക്കും സർക്കാർ മുൻഗണന നൽകുന്നതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിനെ ഉലച്ച് നാടകീയമായ കൂട്ടരാജി.
പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കും ചാൻസലർ റേച്ചൽ റീവ്സിനും നേരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോൺ ഹീലി പദവി ഒഴിഞ്ഞത്. രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ സ്റ്റാർമർ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് ഹീലി കുറ്റപ്പെടുത്തി. ആഗോള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ട തുക അനുവദിക്കാൻ ധനമന്ത്രി വിസമ്മതിച്ചതാണ് ഉന്നത നേതാക്കളുടെ കടുത്ത അതൃപ്തിക്കും രാജിയിലേക്കും നയിച്ചത്. ബ്രിട്ടന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന് 2030ഓടെ 2800 കോടി പൗണ്ടിന്റെ അധിക ഫണ്ട് ആവശ്യമാണെന്ന് കഴിഞ്ഞ വർഷത്തെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ 4 വർഷത്തേക്ക് വെറും 1000 കോടി പൗണ്ട് മാത്രം നൽകാനാണ് ധനമന്ത്രി റേച്ചൽ റീവ്സ് തയ്യാറായത്. പ്രതിരോധ മേഖലയ്ക്കായി ഫണ്ട് കണ്ടെത്താൻ പരിസ്ഥിതി മന്ത്രി എഡ് മിലിബാൻഡ് തന്റെ കനത്ത ചെലവുള്ള നെറ്റ് സീറോ പദ്ധതികളുടെ ബജറ്റ് വിട്ടു നൽകാൻ വിസമ്മതിച്ചതോടെ മന്ത്രിസഭയ്ക്കുള്ളിലെ തർക്കം രൂക്ഷമായി. പതിറ്റാണ്ടുകളായി രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആഗോള ഭീഷണിയുടെ കാലഘട്ടത്തിൽ നിലവിലെ ഫണ്ട് അനുവദിക്കൽ ഒട്ടും പര്യാപ്തമല്ല എന്ന് ജോൺ ഹീലി തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കി. ഇതോടെ ലേബർ പാർട്ടിയിൽ ആഭ്യന്തര കലഹം പരസ്യമായിരിക്കുകയാണ്. സർക്കാരിന്റെ പുതിയ പ്രതിരോധ നിക്ഷേപ പദ്ധതി തികച്ചും അപര്യാപ്തമാണെന്ന് തുറന്നു പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് സായുധ സേനാ വിഭാഗം മന്ത്രി അൽക്കാൻസ് രാജി പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റണും രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് ബ്രിട്ടീഷ് സൈന്യത്തെയും ആശങ്കയിലാക്കുന്നുണ്ട്. ജോൺ ഹീലിയുടെ രാജിയെ പ്രധാനമന്ത്രിയെ ഉലയ്ക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത്. സ്റ്റാർമറിനെ പഴയ വിശ്വസ്തൻ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. സ്റ്റാർമറിന്റെ ഏറ്റവും അടുത്ത അനുയായിയും വിശ്വസ്തരുമായിരുന്ന ഹീലിയുടെ അപ്രതീക്ഷിത നീക്കം ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിലൂടെ ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ മുഴുവൻ ആശങ്കയായി മാറിയതും അതുവഴി ഇന്ധന വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒക്കെ നിത്യവാർത്തകളായി മാറിയതും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ നേരിട്ട് ബാധിച്ച സാഹചര്യത്തിൽ അതിനേക്കാൾ പ്രഹരമായി ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതോടെ ലോകത്തെ മുഴുവൻ അത് ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കയിലും സാമ്പത്തിക പിരിമുറുക്കം ശക്തമായി തുടർന്ന് ലോക വ്യാപാര വാണിജ്യ രംഗങ്ങളിലെ സമ്മർദ്ദം പലയിടങ്ങളിലേക്കും പടരുകയാണ്. ഇതിന്റെ കൂടി ഭാഗമായാകണം ഇന്നലെ യൂറോപ്യൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് 0.5% ഉയർത്താൻ തീരുമാനിച്ചത്. ഇത്തരത്തിൽ സങ്കീർണമായ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കെയാണ് അടുത്ത വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരിക്കൽ കൂടി പലിശ നിരക്കിൽ തീരുമാനമെടുക്കാൻ യോഗം ചേരുന്നത്. കഴിഞ്ഞ വർഷം ബാങ്ക് നൽകിയ വാഗ്ദാനം ഈ വർഷം അവസാനത്തോടെ പലിശ നിരക്ക് 3% എത്തിക്കുമെന്നായിരുന്നെങ്കിലും ലോക സാഹചര്യങ്ങളിലെ മാറ്റത്തിൽ അതിനെ നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ കുറയ്ക്കുകയല്ല, ഇപ്പോൾ കൂടാനുള്ള സാഹചര്യമാണ് ഒപ്പം എത്തിയിരിക്കുന്നത് എന്ന വിരോധാഭാസമാണ് ബാങ്കിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. നാണയപ്പെരുപ്പം 3% നിന്ന് താഴേക്ക് ഇറങ്ങിയെങ്കിലും വിലക്കയറ്റം ഇന്ധനവിലയിൽ തുടങ്ങി സകല മേഖലയിലും വ്യാപിക്കുകയാണ് എന്ന വാസ്തവം വേനൽക്കാലം അവസാനിക്കുന്നതോടെ ഊർജ്ജ വിലയും മുകളിലേക്ക് കയറുമെന്നതിനാൽ നാണയപ്പെരുപ്പം ഉയരാനുള്ള സാധ്യതയും ബാങ്കിനെ വലയ്ക്കുകയാണ്. ഇതോടെയാണ് ഇപ്പോൾ പലിശ നിരക്ക് കുറയുകയല്ല പകരം കൂടുകയാണ് സാഹചര്യത്തിന്റെ സമ്മർദ്ദമായി മുന്നിൽ നിൽക്കുന്നത് എന്നാണ് സാമ്പത്തിക യാഥാർത്ഥ്യം. ഇക്കാരണത്താൽ 6 മാസമായി മാറ്റമില്ലാതെ തുടർന്ന പലിശ നിരക്ക് വീണ്ടും 0.5% ഉയർത്തി 4 മാറ്റിയാൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് കിട്ടുന്ന വലിയ പ്രഹരമായി അത് മാറും. ബെൽഫാസ്റ്റിലുണ്ടായ വംശീയ കലാപങ്ങളിൽ വിദേശി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വ്യാപക ആക്രമണം. നഴ്സുമാരും ഹോം കെയർ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ അതിക്രമങ്ങൾക്കും ഭീഷണികൾക്കുമാണ് ഇരയാകുന്നത്. ആശുപത്രി പരിസരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ബെൽഫാസ്റ്റിലുണ്ടായ വംശീയ കലാപങ്ങളിൽ വിദേശി ആരോഗ്യ പ്രവർത്തകരായ നഴ്സുമാരും ഹോം കെയർ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ അതിക്രമങ്ങൾക്കും ഭീഷണികൾക്കും ഇരയാകുന്നു എന്ന് റിപ്പോർട്ട്. ബുധനാഴ്ച ജോലിക്കെത്തിയ അൾസ്റ്റർ ആശുപത്രിയിലെ നഴ്സിനെ മുഖംമൂടി ധരിച്ച 4-അംഗ സംഘം പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് നഴ്സുമാർ വൻ ഭീതിയിലായത്. തുടർന്ന് ഇവർക്ക് സുരക്ഷിതമായ മറ്റ് താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വന്നു. സ്വകാര്യ ഹോം കെയർ സർവീസായ കണക്ട് ഹെൽത്തിന്റെ കെട്ടിടത്തിന് നേരെയും കല്ലേറുണ്ടായി. ഇതേ തുടർന്ന് പല ജീവനക്കാരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ചർമ്മത്തിന്റെ നിറവും വിദേശ പശ്ചാത്തലവും നോക്കിയാണ് അക്രമികൾ ലക്ഷ്യമിടുന്നത്. ഗ്ലെൻഗോലി, ന്യൂ ടൗൺ ആൽബി തുടങ്ങിയ മേഖലകളിൽ അക്രമികൾ പോലീസിന് നേരെ കല്ലും പെട്രോൾ ബോംബുകളും എറിഞ്ഞു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ 12 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സുരക്ഷാ സേനയെ ബെൽഫാസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇല്ലെങ്കിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് വടക്കൻ അയർലൻഡ് ആരോഗ്യമന്ത്രി മൈക്ക് നെസ്ബിറ്റ് വ്യക്തമാക്കി. വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വടക്കൻ അയർലൻഡിൽ അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ ശക്തമാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നീക്കം തുടങ്ങി. വ്യാജരേഖ ചമച്ചും നിയമവിരുദ്ധമായും രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്ത് നാടുകടത്താനുമുള്ള നീക്കങ്ങളാണ് ഹോം ഓഫീസ് ഊർജിതമാക്കിയത്. യുകെയിലെ ലേബർ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ 2682 റെയ്ഡുകൾ നടത്തിയതായാണ് ഔദ്യോഗിക കണക്കുകൾ. മുൻ കൺസർവേറ്റീവ് സർക്കാരിന്റെ അവസാന 21 മാസങ്ങളെ അപേക്ഷിച്ച് ഇതിൽ 16% വർധനവുണ്ടായിട്ടുണ്ട്.
ഈ റെയ്ഡുകളിലൂടെ 2233 പേരെയാണ് വിവിധ ഇമിഗ്രേഷൻ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്തത്. ബെൽഫാസ്റ്റിൽ മൂന്നാം രാത്രിയിലും സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. സംഘർഷം ശക്തമായ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ബ്രിട്ടനിൽ നിന്ന് 200-ലധികം അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വടക്കൻ അയർലൻഡിലേക്ക് അയച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന അക്രമ സംഭവങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് UK-യിൽ നിന്നുള്ള പോലീസ് സേന വടക്കൻ അയർലൻഡിൽ എത്തിച്ചേർന്നത്. പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. മ്യൂച്വൽ എയ്ഡ് കരാറിന്റെ അടിസ്ഥാനത്തിൽ സ്കോട്ട്ലൻഡ് പോലീസിൽ നിന്നുള്ള 90ഓളം ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടത്തിൽ ബെൽഫാസ്റ്റിൽ മൂന്നാം രാത്രിയിലും സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നതിനാൽ വടക്കൻ അയർലൻഡ് പോലീസ് സർവീസിനെ സഹായിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. തുടർച്ചയായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബെൽഫാസ്റ്റിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയും സംഘർഷ സാധ്യത നിലനിന്നതിനാൽ വൈകുന്നേരം 6 മണിയോടെ തന്നെ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ബസ്, ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് സൂചന. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഗ്ലെൻഗോംഗ്ലിയിൽ നിന്ന് 300ഓളം വരുന്ന മുഖംമൂടി ധരിച്ച അക്രമികൾ പോലീസിന് നേരെ തിരിഞ്ഞതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസിന് വാട്ടർ കാനനുകൾ പ്രയോഗിക്കേണ്ടി വന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ വാട്ടർ കാനൻ പ്രയോഗത്തിന് നിരോധനമുണ്ടെങ്കിലും വടക്കൻ അയർലൻഡിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ഇത് ഉപയോഗിച്ചത്. അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോട്ടൽ ലക്ഷ്യമിട്ടാണ് അക്രമികൾ എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. തുടർച്ചയായ അക്രമങ്ങൾക്കിടെ ബെൽഫാസ്റ്റ്, ഗ്ലെൻഗോലി, പോർട്ടടൗൺ എന്നിവിടങ്ങളിൽ പോലീസിനു നേരെ കല്ലേറും പെട്രോൾ ബോംബ് ആക്രമണവും ഉണ്ടായി. അക്രമികളെ നേരിടാൻ പോലീസിന് 20 പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ വെടിയുതിർക്കേണ്ടി വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമങ്ങളിൽ 12 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അക്രമങ്ങൾക്കിടെ ഈസ്റ്റ് ബെൽഫാസ്റ്റിലെ അൾസ്റ്റർ ആശുപത്രിയിൽ ജോലിക്ക് പോവുകയായിരുന്ന ഏഷ്യൻ വംശജയായ NHS നഴ്സിനെ 4-അംഗ മുഖംമൂടി സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. NHS-ൽ ഗുരുതര പ്രതിസന്ധിയായി ഇടനാഴികളിൽ ചികിത്സ. പ്രതിദിനം 3000 രോഗികളെയാണ് ഇടനാഴികളിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത്. കോറിഡോർ കെയർ ഗുരുതര പ്രതിസന്ധിയായി തുടരുന്നതായി പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ആശുപത്രികളിലെ കിടക്കകളും ലഭ്യതക്കുറവും രോഗികളുടെ വർദ്ധിച്ച തിരക്കുമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. NHS-ൽ ഗുരുതര പ്രതിസന്ധിയായി പ്രതിദിനം 3000 രോഗികളെയാണ് ഇടനാഴികളിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്നത്. കോറിഡോർ കെയർ 2029ഓടെ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ സെക്രട്ടറി ജെയിംസ് മുറെ രോഗികളെ ഇടനാഴികളിൽ ചികിത്സിക്കുന്നത് അംഗീകരിക്കാനാകാത്തതും അവരുടെ അന്തസ്സിന് നിരക്കാത്തതുമായ സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കി. പ്രശ്നം ഏറ്റവും രൂക്ഷമായ ആശുപത്രി ട്രസ്റ്റുകളെ കണ്ടെത്തി ആവശ്യമായ പിന്തുണയും സൗകര്യങ്ങളും നൽകുന്നതിനായാണ് ആദ്യമായി ഇത്തരം കണക്കുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോറിഡോർ കെയറിന്റെ ഭൂരിഭാഗം സംഭവങ്ങളും ഏതാനും ആശുപത്രി ട്രസ്റ്റുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം മെയ് മാസം സാധാരണയായി ആശുപത്രികളിൽ അത്ര സമ്മർദ്ദം അനുഭവപ്പെടാത്ത സമയമായിരുന്നെങ്കിലും ഇത്തവണത്തെ കടുത്ത ചൂട് കാരണം രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി NHS ഇംഗ്ലണ്ട് അറിയിച്ചു. പുറത്തുവന്ന കണക്കുകൾ അതീവ ആശങ്കാജനകമാണെന്നും സുരക്ഷിതമല്ലാത്തതും അന്തസ്സില്ലാത്തതുമായ ചികിത്സാ രീതികൾ വ്യാപകമാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ വിമർശിച്ചു. രോഗികളും കുടുംബാംഗങ്ങളും മാത്രമല്ല, ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെ സേവനം നൽകേണ്ടി വരുന്ന നഴ്സുമാരും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുകയാണെന്നും അവർ പറഞ്ഞു. വർഷങ്ങളായി കാത്തിരിപ്പ് സമയങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കണക്കുകൾ പ്രശ്നത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആലംചേരി 5ാം ഫിലിം അവാർഡിന്റെ വർണ്ണാഭമായ തുടക്കത്തിന് ഇനി അവശേഷിക്കുന്നത് ഒരു നാൾ മാത്രം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആലംചേരി അവാർഡ്. UK-യിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഗാലപ്പ് പോൾ വഴിയാണ്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആലംചേരി 5ാം ഫിലിം അവാർഡ് നിശയ്ക്ക് അരങ്ങുണരാൻ ശേഷിക്കുന്നത് വെറും ഒരു ദിവസം മാത്രം. പ്രൗഢഗംഭീരമായ ചടങ്ങിന് വേദിയാകുന്നത് UK-യിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയാണ്. ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകുക മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകളാണ്. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K. ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. യുദ്ധം അവസാനിപ്പിച്ചെന്നും ഇറാനുമായുള്ള കരാർ ഈ വാരാന്ത്യത്തോടെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ വെച്ചായിരിക്കും കരാറിൽ ഒപ്പിടുകയെന്നും ഇതിനായുള്ള രേഖകളെല്ലാം തയ്യാറാക്കി വരികയാണെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിച്ചെന്നും ഇറാനുമായുള്ള കരാർ ഈ വാരാന്ത്യത്തോടെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതായി റിപ്പോർട്ട്.
ഇന്ന് ഞങ്ങൾ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചു. ഞങ്ങളുടെ ഉദ്ദേശവും അതായിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഒരു വലിയ ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ രേഖകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. യൂറോപ്പിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഇത് ഒപ്പിടുക. ഇതോടെ എണ്ണവില കുറയും. എണ്ണവില കുറയുമ്പോൾ മറ്റെല്ലാം കുറയുമെന്ന് ട്രംപ് പറഞ്ഞു. കരാറിന്റെ ഭാഗമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യില്ല എന്ന് ഇറാൻ സമ്മതിച്ചതായാണ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്ക ഇറാനുമേലുള്ള ഉപരോധങ്ങളും നീക്കും. ഇതോടെ എണ്ണവില കുത്തനെ കുറയുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിലുണ്ടായ നേതൃമാറ്റം ഒത്തുതീർപ്പ് സാധ്യതകൾ മെച്ചപ്പെടുത്തിയതായും ട്രംപ് പറഞ്ഞു. നിലവിലെ നേതൃത്വം മുൻപുണ്ടായിരുന്നവരെക്കാൾ വിവേകത്തോടെയാണ് ഇടപെടുന്നത്. യുഎസിനും പശ്ചിമേഷ്യയ്ക്കും ഈ ഉടമ്പടി ഏറെ മികച്ചതാണെന്നും പ്രത്യേകിച്ച് ഇറാൻ ഇത് ആത്യന്തികമായി മികച്ചതാണെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുമായി കരാറിലെത്തിയതായി ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപിന്റെ നിർദ്ദിഷ്ട കരാറിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. കരാറിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും യുഎസുമായി കരാറായെന്ന റിപ്പോർട്ടുകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഖേയും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനു നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും ഖാർദ്വീപ് പിടിച്ചെടുക്കുമെന്നും ഭീഷണി മുഴക്കിയ ട്രംപ് മണിക്കൂറുകൾക്കകം ഇത് പിൻവലിച്ചിരുന്നു. ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ ഇറാനിയൻ കുടിയേറ്റക്കാരെ ഉൾപ്പെടെ നിരവധി വിദേശ പൗരന്മാരെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. മനുഷ്യാവകാശ ലംഘനത്തിനും പീഡനത്തിനും ഇരയാകാനുള്ള സാധ്യതയുള്ളവരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് വിവാദത്തിന് ഇടയാക്കുന്നത്. ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ ഇറാനിയൻ കുടിയേറ്റക്കാരെ ഉൾപ്പെടെ നിരവധി വിദേശ പൗരന്മാരെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. നാടുകടത്തപ്പെടുന്നവരിൽ 2 ഇറാനിയൻ സ്ത്രീകളും ഉൾപ്പെടുന്നതായി റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തിയും മറ്റൊരാൾ ജനാധിപത്യ അനുകൂല പ്രവർത്തകയുമാണ്. ഇവർ ഇറാനിലേക്ക് മടങ്ങിയാൽ പീഡനമോ പീഡനപരമായ നടപടികളോ നേരിടാൻ 50% സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ കുടിയേറ്റ കോടതി നേരത്തെ വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രത്യേക സംരക്ഷണവും അനുവദിച്ചിരുന്നു. ഇറാനു പുറമെ സിറിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും അമേരിക്ക മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് അയക്കാനാണ് നീക്കം. ആദ്യഘട്ടത്തിൽ 20 പേരെ ഉൾപ്പെടുത്തി നാടുകടത്തൽ വിമാനം പുറപ്പെടുമെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രീയ അസ്ഥിരതയും ദാരിദ്ര്യവും സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്ന മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കുമായി അമേരിക്ക 3ാം രാജ്യ നാടുകടത്തൽ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. നാടുകടത്തപ്പെടുന്നവരെ തലസ്ഥാനമായ ബാംഗ്വയിലെ താമസ സൗകര്യങ്ങളിലേക്കായിരിക്കും പാർപ്പിക്കുക. അതേസമയം ഈ നടപടിക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആവശ്യമായ സുതാര്യത ഇല്ലാതെയാണ് ഇത്തരം കരാറുകൾ നടപ്പാക്കുന്നതെന്നും ഒടുവിൽ പലരെയും സ്വന്തം രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നുമാണ് വിമർശനം. അമേരിക്കൻ ഭരണകൂടം നിയമപരമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് യുഎസ്. ഗിനിയ ബിസാവോ പതാകയുള്ള ഇന്ത്യൻ നാവികരടങ്ങിയ MT ജൽവീർ എന്ന കപ്പലിനെ ലക്ഷ്യമാക്കി 2 ഹെൽഫയർ മിസൈലുകൾ തൊടുത്തു എന്നാണ് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. കപ്പലിന്റെ എഞ്ചിൻ റൂമിനെ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ എത്തിയത്. യുഎസ് സേന ആവർത്തിച്ച നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അത് പാലിക്കാതെ വന്നതോടെയാണ് ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിനെ ലക്ഷ്യമാക്കി കപ്പൽ ആക്രമിച്ചതെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഏപ്രിൽ 13 ശേഷം ഇതുവരെ 135 കപ്പലുകൾ വഴിമാറ്റിവിട്ടെന്നും 42 കപ്പലുകൾ കടന്നുപോകാൻ അനുവദിച്ചെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഒമാൻ ഉൾക്കടലിൽ 4 ദിവസത്തിനിടെ ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ 3ാമത്തെ ആക്രമണമാണിത്. കപ്പലിലുണ്ടായിരുന്ന 20 നാവികരെയും രക്ഷപ്പെടുത്തി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.83 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 95.38 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 110.37 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.23 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പുതിയ ശുപാർശ പ്രധാനമന്ത്രിക്ക് മുന്നിൽ. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 824 ഉയർത്താൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ശുപാർശ ചെയ്തു. കൂടുതൽ ജനസംഖ്യയുള്ള 170 മണ്ഡലങ്ങളെ വിഭജിക്കണമെന്നാണ് സമിതി മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 824 ഉയർത്താൻ ശുപാർശ ചെയ്ത പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കൂടുതൽ ജനസംഖ്യയുള്ള 170 മണ്ഡലങ്ങളെ വിഭജിക്കണമെന്നാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശത്തിന്റെ പുതിയ ശുപാർശ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചത്. പുതിയ ഫോർമുല നടപ്പിലായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ 20-ൽ നിന്ന് 30 ഉയരും. തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകൾ 39-ൽ നിന്ന് 59 വർദ്ധിക്കുമെന്ന് സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. ഉത്തർപ്രദേശിൽ സീറ്റുകൾ 120 മഹാരാഷ്ട്രയിൽ 72 ഉയർന്നേക്കും. ജനസംഖ്യ കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകാത്ത രീതിയിലാണ് പുതിയ ശുപാർശ.
മെട്രോ നഗരങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക പോളിംഗ് ബൂത്തുകൾ വേണമെന്നും സമിതി റിപ്പോർട്ടിലുണ്ട്. സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗങ്ങളായ ഷാമി രവിയും ഉദിത് കപൂറും ചേർന്നാണ് ശുപാർശ തയ്യാറാക്കിയിരിക്കുന്നത്. 170 മണ്ഡലങ്ങളിൽ 59 മണ്ഡലങ്ങളെ 2ആയും 111 മണ്ഡലങ്ങളെ 3ആയും വിഭജിക്കാനാണ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നത്. കർണാടകയിൽ നിലവിലുള്ള 28 സീറ്റുകളിൽ നിന്നും 42 ആകുമ്പോൾ തെലങ്കാനയിൽ 17 നിന്നും 28 ആകും. ആന്ധ്രാപ്രദേശിൽ 25 നിന്നും സീറ്റുകളുടെ എണ്ണം 38 ആയി ഉയരും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വിഭജിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റിൽ വലിയ നഷ്ടം സംഭവിക്കുമെന്ന ആശങ്കയുണ്ട്. ഇക്കാര്യത്തിന് പരിഹാരമായാണ് ഒരു യൂണിഫോം രീതിക്ക് പകരമായി വലിയ മണ്ഡലങ്ങളെ വിഭജിക്കുന്ന തരത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ വീണ്ടും മണ്ഡല പുനർനിർണയം ചർച്ചയാകാനിരിക്കെയാണ് പുതിയ ശുപാർശ പ്രധാനമന്ത്രിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച വിവിധ DMK പാർട്ടി സമിതികൾ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗീയത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും പാർട്ടി അകന്നുപോയതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വലിയ തിരിച്ചടിയായതെന്ന് സമിതികൾ വിലയിരുത്തുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച് വിവിധ DMK പാർട്ടി സമിതികൾ നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗീയത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഏകാധിപതികളായി മാറിയെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. അണികൾക്ക് പാർട്ടിയിൽ പുല്ലുവില മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഇത് പാർട്ടിക്കായി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുന്നതിൽ നിന്ന് പ്രവർത്തകരെ പിന്നോട്ടടിച്ചു. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾക്കാണ് പാർട്ടി ഭരണത്തിൽ പ്രാധാന്യം നൽകിയത്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ നിയോഗിച്ച പ്രൊഫഷണൽ ഏജൻസികളുടെ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിച്ചതും വിനയായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. DMK നിയോഗിച്ച വ്യത്യസ്ത തിരഞ്ഞെടുപ്പ് ഏജൻസികൾ പരസ്പര വിരുദ്ധവും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇത് കൃത്യമായ തന്ത്രത്തോടെ മുന്നോട്ടു പോകാൻ പാർട്ടിയെ അനുവദിച്ചില്ല. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അവർക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ നേതൃത്വം ഇത് ഗൗരവത്തിലെടുക്കാതെ തള്ളിക്കളഞ്ഞു. മുന്നണിയിലെ സഖ്യകക്ഷികൾക്കിടയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളും നിസ്സഹകരണവും വോട്ടുകൾ ചോരുന്നതിനും കനത്ത പരാജയത്തിലേക്കും വഴിതെളിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത കലാപം ഇന്ത്യൻ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ ചേരികളുടെ ശക്തിയെയും സ്വാധീനിക്കും. പ്രതിപക്ഷ നിരയിലെ പ്രധാന കക്ഷിയായ തൃണമൂലിന്റെ തകർച്ച കേന്ദ്രം ഭരിക്കുന്ന BJPക്കും NDA സഖ്യത്തിനും വലിയ മേൽക്കൈ നൽകുന്നതാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത കലാപം ഇന്ത്യൻ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ ചേരികളുടെ ശക്തിയെയും സ്വാധീനിക്കുമെന്ന് റിപ്പോർട്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന BJP നേതൃത്വം TDP-JDU കക്ഷികളെ അമിതമായി ആശ്രയിച്ചിരുന്നു. എന്നാൽ TMC MPമാർ കൂറുമായി NDA പിന്തുണച്ചാൽ ഭരണപക്ഷത്തെ സമവാക്യം മാറും. സഖ്യകക്ഷികൾക്ക് BJPക്ക് മേലുള്ള സമ്മർദ്ദ സ്വാധീനം കുറയും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും ശിവസേനയെയുമാണ്. ലോക്സഭയിൽ 7 MPമാരുള്ള ഷിൻഡെ വിഭാഗം NDAയിലെ 4ാമത്തെ വലിയ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടുകയും ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ഷിൻഡെയുടെ സ്വാധീനം സംസ്ഥാനത്ത് കുറഞ്ഞിരുന്നു. പാർലമെന്റിലെ 7 MPമാരുടെ ബലത്തിലാണ് ഷിൻഡെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വലിയൊരു വിഭാഗം TMC വിമതർ BJPയെ പിന്തുണയ്ക്കുന്നതോടെ ഷിൻഡെയുടെ സ്വാധീന ശക്തി ഇല്ലാതാകും. പാർലമെന്റിൽ നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ പാസാക്കുന്നതിന് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. മുൻപ് ലോക്സഭയിൽ ഈ മേൽക്കൈ ഇല്ലാതെ വന്നപ്പോഴാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ എന്നിവ NDAക്ക് പാസാക്കാൻ സാധിക്കാതെ വന്നത്. TMC വിമതർ ഒപ്പം ചേർന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കാൻ NDAക്ക് സാധിക്കും. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ്. ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വെള്ളിയാഴ്ച ഹാജരാകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഇമെയിലിലൂടെ വീണ അറിയിച്ചിരുന്നു. തുടർന്നാണ് വീണ്ടും സമൻസ് നൽകിയത്. നേരത്തെ ED കൊച്ചി യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിന് മറുപടിയായി വീണ അവധി അപേക്ഷ നൽകിയിരുന്നു. അധികൃതർ ആവശ്യപ്പെട്ട രേഖകൾ കൈമാറാമെന്നും അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നുമാണ് അറിയിച്ചത്. എന്നാൽ വീണ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടിലാണ് ED.
വീണയെ ചോദ്യം ചെയ്തതിനു ശേഷം CMRL അധികൃതരിലേക്ക് കടക്കാനാണ് ED നീക്കം. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് SFIO കണ്ടെത്തൽ. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപയും എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയും ലഭിച്ചു. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 18 കോടിയിലേറെ രൂപ മരവിപ്പിച്ചിരുന്നു. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ EDക്ക് കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്ന CPM സംസ്ഥാന സമിതിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പാർട്ടിക്കകത്തും പുറത്തും വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയെന്ന CPM സംസ്ഥാന സമിതിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനം ഉയരുന്നു എന്ന് റിപ്പോർട്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി PK ശ്യാമളയുടെ പേര് തീരുമാനിച്ചിരുന്നില്ല. എന്നിട്ടും ജില്ലയിൽ നിന്ന് അവരുടെ പേര് മാത്രം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ എങ്ങനെ എത്തിയെന്നതാണ് ചോദ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റ് എന്തെന്ന് വിശദീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കപ്പെട്ടതായാണ് വിവരം. സമൂഹ മാധ്യമങ്ങളിലും വിമർശനം കടുത്തു. ജില്ലയിൽ നിന്നുള്ള നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റികളിലും ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഇത് ഉൾക്കൊള്ളാതെ ആര് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയെന്നതിലാണ് വിവാദമുയരുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യക്തിപരമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റികളിലും ഉയർന്ന വിമർശനം അതിൽ പങ്കെടുത്ത MV ഗോവിന്ദൻ അറിയാമായിരുന്നിട്ടും തെറ്റുപറ്റിയത് ജില്ലാ കമ്മിറ്റിക്കാണെന്ന് എങ്ങനെ പറയുമെന്ന ചോദ്യവുമായി പാർട്ടി വിട്ട TK ഗോവിന്ദനും B കുഞ്ഞികൃഷ്ണനും രംഗത്ത് വന്നു. വാഴോട്ടുകോണം BJP കൗൺസിലർ R സുഗതനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിയെ തള്ളി ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് വട്ടിയൂർക്കാവ് കൗൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖ. വട്ടിയൂർക്കാവ് SHO വിപിനെ തിരഞ്ഞെടുപ്പിന് മുൻപ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചത് അവിടെ 3ാം വട്ടവും VK പ്രശാന്തിനെ ജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിനാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷേ ആരോഗ്യമന്ത്രിക്ക് അറിയാമെന്ന് ശ്രീലേഖ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ് എന്ന് ശ്രീലേഖ കുറ്റപ്പെടുത്തി. ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമാണെന്ന് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല എന്നും ശ്രീലേഖ പറയുന്നു. സുഗതനെ ആകാശത്തേക്ക് എവിടെ വെച്ച് പിടികൂടിയ പോലീസിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അനുകൂലിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ ഉണ്ടായത് അനാവശ്യ വെടിവെച്ചാണെന്ന് സ്ഥലം MLAയും ആരോഗ്യമന്ത്രിയുമായ K മുരളീധരൻ പ്രതികരിച്ചിരുന്നു. അനാവശ്യ ക്രമസമാധാന പ്രശ്നം പോലീസ് ഉണ്ടാക്കാൻ പാടില്ല എന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന BJP കൗൺസിലർ R ശ്രീലേഖ രംഗത്തെത്തിയത്. ഒരു ഗോളിന് പിന്നിലായിട്ടും തളരാതെ മുന്നേറി കൊറിയൻ കരുത്തിൽ ചെക്ക് റിപ്പബ്ലിക് വീണു. സണ്ണും കൂട്ടരും വിജയഭേരി മുഴക്കി. യോഗ്യതാ മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറിയ കൊറിയ ലോകകപ്പിലെ ആദ്യ മത്സരത്തിലും ജയിച്ചു കയറി. ഗ്രൂപ്പ് എയിലെ 2ാം മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിലുടനീളം കൊറിയ ആക്രമണ ഫുട്ബോളാണ് കാഴ്ചവെച്ചത്. ലോകകപ്പിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. മത്സരം ആരംഭിച്ചത് മുതൽ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ അഴിച്ചുവിടുന്നതാണ് മൈതാനത്ത് കണ്ടത്. ദക്ഷിണ കൊറിയയുടെ മുന്നേറ്റങ്ങൾക്കായിരുന്നു വേഗത കൂടുതൽ. സൺ ഹ്യൂങ് മിന്നിന്റെ നേതൃത്വത്തിൽ കൊറിയൻ മുന്നേറ്റ നിര ചെക്ക് റിപ്പബ്ലിക് ഗോൾ മുഖത്തേക്ക് ഇരച്ചെത്തി. 13ാം മിനിറ്റിൽ ലീ കാങ് ഇൻ തടുത്ത ഷോട്ട് ചെക്ക് ഗോൾ കീപ്പർ തട്ടിയകറ്റി. പിന്നെയും കൊറിയ മികച്ച മുന്നേറ്റങ്ങൾ നടത്തി. സൺ ഹ്യൂങ് മിൻ പലതവണ ചെക്ക് ഗോൾ മുഖം വിറപ്പിച്ചു. 38ാം മിനിറ്റിൽ സണ്ണിന്റെ ഉഗ്രൻ ഷോട്ട് ഗോൾ ബാറിന് മുകളിലൂടെ പോയി. ലീഡെടുക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ വീണുകിട്ടിയിരുന്നെങ്കിലും കൊറിയയ്ക്ക് ആദ്യ പകുതി വല കുലുക്കാനായില്ല. കിട്ടിയ അവസരങ്ങളിൽ ചെക്ക് റിപ്പബ്ലിക് മുന്നേറി. ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത്. ഗോളടിക്കുക ലക്ഷ്യമിട്ട് ഇരു ടീമുകളും 2ാം പകുതിയിൽ ആക്രമണം കടുപ്പിച്ചു. മത്സരത്തിന്റെ 59ാം മിനിറ്റിൽ കൊറിയയെ ഞെട്ടിച്ച് ചെക്ക് റിപ്പബ്ലിക് മുന്നിലെത്തി. നായകൻ ലെഡിസ്ലാവ് ക്രിച്കിയാണ് ലക്ഷ്യം കണ്ടത്. പിന്നീട് തിരിച്ചടിക്കാനുള്ള കൊറിയയുടെ ശ്രമങ്ങളാണ് മൈതാനത്ത് കണ്ടത്. ചെക്ക് റിപ്പബ്ലിക് പെനാൽറ്റി ബോക്സിലേക്ക് കയറിയിറങ്ങിയ കൊറിയ ഒടുക്കം സമനില ഗോൾ പിടിച്ചു. 67ാം മിനിറ്റിൽ ബോങ് ഇൻ ബ്യോം ആണ് ഗോൾ അടിച്ചത്. അവിടെ നിർത്താൻ കൊറിയ തയ്യാറായില്ല. കളി അവസാനിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി കൊറിയ ലക്ഷ്യം കണ്ടു. 80ാം മിനിറ്റിൽ ഹ്യോൺ ഗ്യു കൊറിയയെ മുന്നിലെത്തിച്ചു. ഗ്യാംഗ്യോമിന്റെ ക്രോസ് ബോക്സിനുള്ളിൽ വെച്ച് ഹ്യോൺ വലയിലെത്തിച്ചു. ചെക്ക് കീപ്പർക്ക് അത് തടയാൻ സാധിച്ചില്ല.
പിന്നീട് ചെക്ക് റിപ്പബ്ലിക്കിന്റെ മുന്നേറ്റങ്ങൾ കൃത്യമായി പ്രതിരോധിച്ച് കൊറിയ ജയം സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിനെ ഉലച്ച് വൻ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി അൽക്കാൻസും മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജോൺ ഹീലി പദവി ഒഴിഞ്ഞത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്കും ചാൻസലർ റേച്ചൽ റീവ്സിനും നേരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ സ്റ്റാർമർ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി ഹീലി. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതോടെ ലോകത്തെ മുഴുവൻ ബാധിച്ചു എന്ന് റിപ്പോർട്ട്. പലിശ നിരക്ക് 0.5% ഉയർത്താൻ തീരുമാനിച്ച് യൂറോപ്യൻ കേന്ദ്ര ബാങ്ക്. സങ്കീർണമായ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കെ അടുത്ത വ്യാഴാഴ്ച ഒരിക്കൽ കൂടി പലിശ നിരക്കിൽ തീരുമാനമെടുക്കാൻ യോഗം ചേരാൻ തീരുമാനിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. കഴിഞ്ഞ വർഷം ബാങ്ക് നൽകിയ ഈ വർഷം അവസാനത്തോടെ പലിശ നിരക്ക് 3% വാഗ്ദാനം ലോക സാഹചര്യങ്ങളിലെ മാറ്റത്തിൽ ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് ആശങ്ക. ബെൽഫാസ്റ്റിലുണ്ടായ വംശീയ കലാപങ്ങളിൽ വിദേശി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമം. ക്രൂരമായ അതിക്രമങ്ങൾക്കും ഭീഷണികൾക്കും ഇരയാകുന്നത് നഴ്സുമാരും ഹോം കെയർ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ. ആശുപത്രി പരിസരങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ പെട്രോളിംഗ് ശക്തമാക്കി പോലീസ്. ചർമ്മത്തിന്റെ നിറവും വിദേശ പശ്ചാത്തലവും നോക്കിയാണ് അക്രമികൾ ലക്ഷ്യമിടുന്നതെന്ന് സൂചന. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സുരക്ഷാ സേനയെ ബെൽഫാസ്റ്റിൽ എത്തിച്ചു. വിദേശത്ത് നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകർ ഇല്ല എങ്കിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകരുമെന്ന് വടക്കൻ അയർലൻഡ് ആരോഗ്യമന്ത്രി മൈക്ക് നെസ്ബിറ്റ്. യുദ്ധം അവസാനിപ്പിച്ചെന്നും ഇറാനുമായുള്ള കരാർ ഈ വാരാന്ത്യത്തോടെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ വെച്ചായിരിക്കും കരാറിൽ ഒപ്പിടുകയെന്നും ഇതിനായുള്ള രേഖകളെല്ലാം തയ്യാറാക്കി വരികയാണെന്നും ട്രംപിന്റെ പുതിയ അവകാശവാദം. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചു എന്നും ട്രംപ്. ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണെന്നും അതിന്റെ രേഖകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നും യൂറോപ്പിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഇത് ഒപ്പിടുക എന്നും US പ്രസിഡന്റ്. അമേരിക്കയുമായി കരാറിലെത്തിയതായി ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ ഇറാൻ. ട്രംപിന്റെ നിർദ്ദിഷ്ട കരാറിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനുമായി സംഘർഷം തുടരുന്നതിനിടെ ഇറാനിയൻ കുടിയേറ്റക്കാരെ ഉൾപ്പെടെ നിരവധി വിദേശ പൗരന്മാരെ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാടുകടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. വിവാദത്തിനിടയാക്കി മനുഷ്യാവകാശ ലംഘനത്തിനും പീഡനത്തിനും ഇരയാകാനുള്ള സാധ്യതയുള്ളവരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി US. സിറിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും അമേരിക്ക മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് അയക്കാൻ നീക്കം. ആദ്യഘട്ടത്തിൽ 20 പേരെ ഉൾപ്പെടുത്തി നാടുകടത്തൽ വിമാനം പുറപ്പെടുമെന്ന് സൂചന. ഈ നടപടിക്കെതിരെ രംഗത്തെത്തി മനുഷ്യാവകാശ സംഘടനകൾ. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പുതിയ ശുപാർശ പ്രധാനമന്ത്രിക്ക് മുന്നിൽ. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 824 ഉയർത്താൻ ശുപാർശ ചെയ്ത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. സമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം കൂടുതൽ ജനസംഖ്യയുള്ള 170 മണ്ഡലങ്ങളെ വിഭജിക്കണമെന്നത്. പുതിയ ഫോർമുല നടപ്പിലായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ 20-ൽ നിന്ന് 30 ഉയരും. തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകൾ 39-ൽ നിന്ന് 59 വർദ്ധിക്കുമെന്ന് സാമ്പത്തിക ഉപദേശക സമിതി. ഉത്തർപ്രദേശിൽ സീറ്റുകൾ 120 മഹാരാഷ്ട്രയിൽ 72 ഉയർന്നേക്കും. പുതിയ ശുപാർശ ജനസംഖ്യ കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വീതത്തിൽ വലിയ കുറവുണ്ടാകാത്ത രീതിയിൽ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച് നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി വിവിധ DMK പാർട്ടി സമിതികൾ. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗീയത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവ. ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും പാർട്ടി അകന്നുപോയതാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വലിയ തിരിച്ചടിയായതെന്ന് സമിതികൾ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഏകാധിപതികളായി മാറിയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. പുതിയ സമൻസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് ഹാജരാകുന്നതിൽ വീണ അബദ്ധി ചോദിച്ച പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ഹാജരാകാൻ ED നിർദ്ദേശം കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാൻ. SFIO കണ്ടെത്തൽ ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ EDക്ക് കൈമാറാൻ നേരത്തെ നിർദ്ദേശിച്ച് കോടതി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.